ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അഡീനിയം ചെടി, ഓർക്കിഡ്, ആന്തോറിയം ഇതൊക്കെ നിറയെ പൂക്കൾ വരുന്നതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ മൂന്ന് കുപ്പി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തോട്, ആ തോട് മുറിച്ച് കുപ്പിക്കകത്താക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. പക്ഷേ ആരെങ്കിലും വിചാരിക്കും മാങ്ങ ഉപ്പിലിട്ടിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ മാങ്ങ ഉപ്പിലിട്ടിരിക്കുന്നതല്ല കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ തൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, നേന്ത്രപ്പഴത്തിൻ്റെ തോടാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തോട്ടൊക്കെ ഏത്തമ്പഴമെന്ന് പറയും. ഇവിടെ നേന്ത്രപ്പഴം, ഏത്തമ്പഴം എന്നൊക്കെ പറയും. പിന്നെ 2-3 ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പഴത്തിൻ്റെ തൊണ്ടെന്ന് പറയുന്നത് നല്ല ഫസ്റ്റ് വളമാണ് കേട്ടോ. ഇത് ഞാനിത് ചെറുതായിട്ട് മുറിച്ച് ഇങ്ങനെ ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ തോട് ഈ വെള്ളത്തിലോട്ട് അതിൻ്റെ നല്ല അഴുകി ആ വെള്ളത്തിലോട്ട് ഇത് നല്ല ചേർന്ന് വളമായിട്ട് വരും കേട്ടോ. ജൈവ വളമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് അഡീനിയത്തിൽ പെട്ടെന്ന് അഡീനിയം നിറച്ച് പൂക്കൾ വരുന്നതിന് ആന്തോറിയത്തിൽ ഞാനിവിടെ ആന്തോറിയം ഉണ്ടായിരുന്ന സമയത്ത് അതിന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപാട് പൂക്കൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആന്തോറിയത്തിലൊക്കെ. രണ്ടാമതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതാ, ഇത് കണ്ടോ. ഈ ഒരു കുപ്പി ഇതെന്താണെന്ന് അറിയാമോ? ഇത് കഞ്ഞിവെള്ളമൊന്നും അല്ല കേട്ടോ. നമ്മുടെ തേങ്ങ വെള്ളമാണ് ഇത്. തേങ്ങ വെള്ളം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നല്ല പച്ച വെള്ളത്തിൻ്റെ കളറായിരിക്കും കേട്ടോ ഇതിന്. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഈ കുപ്പിയിൽ ഞാൻ ഇങ്ങനെ തേങ്ങ വെള്ളം അടച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ വരെ മാറിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ വേറൊരു കളറാണിത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ. അടുത്തതായിട്ട് ഇത് തേങ്ങ വെള്ളം ഫസ്റ്റാണ് ചെടികൾക്ക് പൂക്കുന്നതിന്. ഓർക്കിഡിനൊക്കെ നമ്മൾ തേങ്ങ വെള്ളം, നേന്ത്രപ്പഴത്തിൻ്റെ തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് അതൊക്കെ പൂക്കുന്നതിന് നേന്ത്രപ്പഴത്തിൻ്റെ തോടും തേങ്ങ വെള്ളമൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ചെടികളൊക്കെ ഓർക്കിഡൊക്കെ നിറച്ച് പൂക്കുന്നതിന് നല്ല ഫസ്റ്റ് വളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ കുപ്പിയെന്ന് പറയുന്നത് ഇതിൽ നേന്ത്രപ്പഴത്തിൻ്റെ ആ തോട്, അത് അഴുകിയ വെള്ളം, തേങ്ങ വെള്ളം കൂടെ കലർത്തിയതാണത്. രണ്ടും കൂടെ ചേർത്തതാണ് കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ജൈവ വളമാണ്. അപ്പോൾ ഞാൻ ഈ നിരത്തി വെച്ചിരിക്കുന്ന 3 കുപ്പി ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ തോട് കുറേ നല്ല ചീഞ്ഞ് നല്ല ആ വെള്ളത്തിൻ്റെ കളർ വരെ മാറും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിക്ക് ആന്തോറിയത്തിനായാലും ഓർക്കിഡിനായാലും പിന്നെ അഡീനിയത്തിനായാലും നിറച്ച് പൂക്കൾ വരുന്നതിന് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ വളം തേങ്ങ വെള്ളവും നേന്ത്രപ്പഴത്തിൻ്റെ തോട് ചീഞ്ഞത്
അതൊക്കെ നല്ലതാണ് കേട്ടോ. ഫസ്റ്റ് വളമാണ് പൂക്കുന്നതിന്, നിറച്ച് പൂക്കുന്നതിന്. ഞാൻ കള്ളം പറയുന്നതല്ല, കാരണം ഇതിനു മുമ്പേ ഒരുപാട് പേര് ഓർക്കിഡിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അടീനിയത്തിനെന്ന് പറയുമ്പോൾ ഓർക്കിഡിന് നമ്മൾ അങ്ങനെ അത്ര വെയിൽ വേണ്ട. പക്ഷേ അടീനിയത്തിനാണ് ഫുള്ള് വെയിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിലും അതിന് ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ മരുന്നും കൂടെ ഒഴിച്ചു കൊടുത്താൽ അടീനിയം നിറയെ പൂക്കുന്നതാണ്. അതുപോലെ ആന്തോറിയം, ഓർക്കിഡ് ഇതൊക്കെ നിറച്ച് പൂക്കൾ വരും. എപ്പോഴും പൂക്കൾ കാണും. ഞാനിത് പിന്നെ ഒന്നരാടത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സ്പ്രേ ചെയ്യുന്നതല്ല. ഞാനിത് ഈ കുപ്പിയുടെ അടപ്പ് മാറ്റിയിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒരുപാട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങ വെള്ളമൊക്കെ കുപ്പിക്കകത്താക്കി ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. കാരണം ഇത് ദിവസം കഴിയും തോറും ഇങ്ങനെ പുളിച്ച് കഴിയുമ്പോൾ നല്ല ഫസ്റ്റ് വളമാണിത്. ഇതിപ്പോൾ പുളിച്ചിട്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞു, അതിൻ്റെ കളർ വരെ മാറിയിട്ടുണ്ട് കണ്ടോ. തേങ്ങ വെള്ളത്തിൻ്റെ കളർ മാറിയിരിക്കുന്നത് കണ്ടോ. നമ്മളെ കഞ്ഞിവെള്ളം ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു. കഞ്ഞിവെള്ളമാണെന്നേ പറയും, പക്ഷേ തേങ്ങ വെള്ളമാണ് കേട്ടോ. ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തേങ്ങ വെള്ളം അതിൻ്റെ കളർ മാറി ഇതിലിരിക്കും. അപ്പോൾ ഇത് രണ്ടും മാറ്റാം. ഈ തേങ്ങ വെള്ളവും നേന്ത്രപ്പഴത്തിൻ്റെ തോട് പുളിപ്പിച്ചതും തേങ്ങ വെള്ളം പുളിപ്പിച്ചതും അടീനിയം ചെടികൾ നിറയെ പൂക്കുന്നതിന് ഫസ്റ്റ് വളമാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നതാണ്.